ശ്രീമതി എൻ സുകന്യ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണല്ലോ. അതൊരു ദുർവ്യാഖ്യാനമാണോ? എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഹലോ, കേൾക്കാമോ? ഇല്ല, ഇപ്പൊ കേട്ടിരുന്നു, പക്ഷെ പിന്നീട് അത് പോയി. അതായത് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വേറെ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പാർട്ടി അണികൾക്കിടയിൽ. താങ്കൾക്ക് പിന്തുണയുമായി നടക്കുന്ന ചർച്ച സംസ്ഥാന കമ്മിറ്റിയിലേക്ക് താങ്കളുടെ പേര് പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ച് ആ പേരുകൾ നേരത്തെ വാർത്തകളിൽ വരികയും ചെയ്തതാണ്. പക്ഷേ താങ്കളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. അതിനുശേഷം വന്ന പോസ്റ്റ് ഒരു അതൃപ്തിയുടെ പോസ്റ്റാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനം വരുന്നു. എന്താണ് പറയാനുള്ളത്? അത് വളരെ തെറ്റായൊരു വ്യാഖ്യാനാണ് സ്മൃതി. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. സ്മൃതിക്ക് അതറിയായിരിക്കും. അങ്ങനെയല്ല പാർട്ടിയില് ഘടകങ്ങളിലേക്ക് ആളുകൾ വരുന്നത്. പാർട്ടി ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു കമ്മിറ്റിയിലേക്ക് ആരൊക്കെ വരണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. പിന്നെ മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ 4 ദിവസം ഒരു മാധ്യമവും ചാനലും കാണാൻ പറ്റിയിരുന്നില്ല. ഞാൻ താമസിച്ചിരുന്ന റൂമിൽ ചാനലുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. അത് എന്റെ അറിവിലും ഇല്ല. ഞാൻ തിരിച്ച് സമ്മേളനം കഴിഞ്ഞ് വരുമ്പോൾ നേരത്തെ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രൊഫൈൽ പിക്ചർ ആയിരുന്നു. അത് മാറ്റിയപ്പോൾ ചെഗുവേരയുടെ വളരെ പ്രശസ്തമായ ഒരു വോട്ടിംഗ് ആണ്. അത് ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആവേശം തരുന്ന ഒന്നാണ്. സമൂഹത്തിൽ നടക്കുന്ന അനീതികളോട് പ്രതികരിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു സഖാവാകുന്നത് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അത് വ്യക്തമാണ് സുകന്യ. പക്ഷേ ഈ സംസ്ഥാന കമ്മിറ്റിക്ക് തൊട്ടു പിന്നാലെ വന്ന പോസ്റ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു സുകന്യ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുമെന്ന്. ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിലാവട്ടെ സെക്രട്ടേറിയറ്റിലാകട്ടെ വനിതകളുടെ എണ്ണം ഉയരുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതും സംഭവിച്ചിട്ടില്ല. അത് മൊത്തത്തിലൊരു നിരാശയുണ്ട്. ആ നിരാശ സുകന്യയ്ക്കും ഉണ്ടാകുമല്ലോ. അതിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം പാർട്ടി മെമ്പർഷിപ്പിലേക്കും പാർട്ടിയുടെ പ്രവർത്തന രംഗത്തേക്കും കൂടുതൽ സ്ത്രീകൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം കമ്മിറ്റികളിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ് അക്കാര്യത്തിൽ എനിക്കുള്ളത്. പക്ഷെ വ്യക്തിപരമായിട്ട് ഇത് ഒരു അതൃപ്തി എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കുന്നതിന് അവിടെ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെ ആ കാര്യം ഞാൻ ചിന്തിച്ചിട്ടുമില്ല അത്തരത്തിൽ എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ. പക്ഷേ ഈ ഘട്ടത്തിൽ മനസ്സിലേക്ക് വന്ന ഏത് അനീതിയാണ്? അനീതിയിൽ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഒരു സഖാവാണ് എന്ന് ചെഗുവേര പറയുന്നത് ഈ ഘട്ടത്തിൽ ഏത് അനീതിയാണ് താങ്കളുടെ മനസ്സിലേക്ക് ആ ഘട്ടത്തിൽ വന്നത്? ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒരു വിഷയം എന്നുള്ളതല്ല. ഞാൻ എന്റെ പോസ്റ്റ് പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്നുള്ള നിലയിൽ ഞാൻ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്, അത് തീർച്ചയായിട്ടും സമൂഹത്തിലെ നടക്കുന്ന അനീതികളോട് ശബ്ദമുയർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനെ ഇപ്പൊ ഈ സമ്മേളനം ഇത്രയും വിജയകരമായി കൊല്ലത്ത് പൂർത്തിയാക്കിയപ്പോൾ അതിലെന്തെങ്കിലും ഒരു അവസരം ഉണ്ടായി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ദുർവ്യാഖ്യാനങ്ങളെ ഞാൻ കാണുന്നത്. അതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. ഒറ്റ കാര്യം കൂടി സുകന്യ, ഇപ്പോൾ വിശദമായി സമ്മേളനത്തിലടക്കം ചർച്ച ചെയ്ത ഒരു കാര്യം BJP എങ്ങനെയൊക്കെ കേരളത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളൊരു വിഷയമാണല്ലോ. അപ്പോൾ CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പോലും BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ BJP-യുടെ തന്ത്രങ്ങളിൽ ഒരു തന്ത്രം എന്നുള്ളത് സ്ത്രീകളുടെ വോട്ട് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതെങ്ങനെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പൊസിഷൻസ് കൊടുക്കുന്നുണ്ട്. അത് BJP കേന്ദ്ര തലം മുതൽ നടത്തി വരുന്നുണ്ട്. അത് അവരുടെ നയമായി അവർ കൊണ്ടുവരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ സാധ്യത, പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു പാർട്ടി എന്നൊരു തോന്നലുണ്ട്. ഇവിടെയാകട്ടെ വനിതാ മതിൽ അടക്കം വന്ന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സ്ത്രീകൾക്ക്. ആ ഒരു പ്രതീക്ഷ നിരാശയിലേക്ക് പോയൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു വനിതാ നേതാവ് എന്ന നിലയ്ക്ക് ഇത്ര വൈകിയിട്ടും ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടാത്തൊരു നേതാവ് എന്ന നിലയ്ക്ക് സുകന്യയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, അവസാന ഭാഗത്തോടുള്ള വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം മുൻകാലങ്ങളെക്കാൾ അതിന്റെ കമ്മിറ്റികളിൽ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ. അഭിപ്രായം തന്നെയാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്. പക്ഷെ കമ്മിറ്റികളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മാത്രമല്ല സ്ത്രീകൾക്കിടയിലെ രാഷ്ട്രീയ പ്രവർത്തനം തീർച്ചയായിട്ടും നടത്തേണ്ടത്. അത് വളരെ പ്രധാനമാണെന്നുള്ളതിരിക്കും. ഞങ്ങളിപ്പോ ചെയ്യുന്നത് സ്ത്രീകളുടെ ഇടയിലേക്ക് അവരെ രാഷ്ട്രീയം പഠിപ്പിക്കാനും രാഷ്ട്രീയം പറയാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ സമൂഹത്തിൽ വളർന്നു വരുന്ന യാഥാസ്ഥിതികമായ ആശയങ്ങൾ, ഇതേ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് പറയുന്ന BJP ഉയർത്തുന്ന നിലപാട് എന്താ? സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും യാഥാസ്ഥിതികമായ നിലപാടാണല്ലോ അക്കാര്യത്തിൽ അവർ സ്വീകരിക്കുന്നത്. അത് മറ്റ് സാമുദായിക വർഗീയ ശക്തികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ സ്ത്രീ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുരോഗമനപരമായ ശാസ്ത്രീയമായ നിലപാടുകൾ അത് ഈ സമൂഹത്തിനകത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചർച്ചകളുമായി തീർച്ചയായും മുന്നോട്ട് പോവുകയാണ് ചെയ്യുക.
അത് പക്ഷേ ഏറ്റവും സുകന്യ, ഈ തൊലിപ്പുറമേയുള്ള കാര്യങ്ങളിലാണ് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം, ഈ വർത്തമാനകാല യാഥാർത്ഥ്യം അതുകൂടിയാണ്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ വനിതാ അംഗങ്ങൾ എന്ന് പറയുന്നത് ആകെ കെ ശൈലജയാണ്, ഒരൊറ്റ വനിതാ അംഗം അല്ലേ? അപ്പോൾ അതിന്മേൽ ചില ഇടത് നിരീക്ഷകരുടെ ചർച്ച വരുന്നത് സെക്രട്ടേറിയറ്റ് ചർച്ചകൾ എന്ന് പറയുന്നത് ചിലതൊക്കെ അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ചർച്ചകളാണ്. അപ്പോൾ കൂടുതൽ സ്ത്രീകളെ അതിൽ ഉൾപ്പെടുത്തിയാൽ അത് പുറത്തേക്ക് പോകും എന്ന വിലയിരുത്തലുണ്ടോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിനൊരു മറുപടി ഉണ്ടോ? അതിലൊന്നും ഒരർത്ഥവുമില്ല. കഴിഞ്ഞ സമ്മേളനത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ഓരോ സ്ത്രീകൾ കൂടി വരിക എന്നുള്ള ഒരു തീരുമാനം പ്രാവർത്തികമാക്കപ്പെട്ടത്. തീർച്ചയായും ഞാൻ അക്കാര്യത്തിലൊക്കെ പ്രവർത്തിക്കുന്ന നേതൃത്വ ഗുണമുള്ള അതിനുള്ള ശേഷിയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ആ നിലയിൽ കൂടുതലായി പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് സ്ത്രീകൾ വന്നതുകൊണ്ട് അത് ആരാ അങ്ങനെ അഭിപ്രായം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബാലിശമായ അഭിപ്രായ പ്രകടനം എന്നല്ലാതെ അതിനെക്കുറിച്ച് എനിക്കൊന്നും മറ്റും പറയാനില്ല. ശരി, വളരെ നന്ദി ശ്രീമതി സുകന്യ. വളരെ വിശദമായി തന്നെ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തന്റെ വ്യക്തിപരമായ അതൃപ്തിയല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് സുകന്യ വിശദീകരിക്കുന്നത്. അതേസമയം വനിതകൾക്ക് പാർട്ടി നേതൃസ്ഥാനങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം ലഭിച്ചില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്നു എന്ന കാര്യം സുകന്യ തുറന്ന് വ്യക്തമാക്കുകയാണ്.